നിങ്ങളിൽ പലരും ഈ വർഷം കാണിക്കാൻ പോകുന്ന ഒരു ഭീകര ബ്ലണ്ടറാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. അതായത് കുറേ പേര് ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, സാർ പരീക്ഷയ്ക്ക് അടുത്തു, ഞാൻ ഇപ്പോഴും പഠിച്ചിട്ടൊന്നുമില്ല, ഇനിയും പഠിച്ചാൽ എനിക്ക് തോന്നുന്നില്ല, ഇനി പഠിച്ചാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, A+ ഒക്കെ കിട്ടാൻ കുറേ പഠിക്കണ്ടേ, ആദ്യം മുതലൊക്കെ പഠിക്കണമായിരുന്നു, ഇനി പഠിച്ചാൽ എന്ത് A+ എന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വലിയൊരു ബ്ലണ്ടർ കാണിക്കാൻ പോവാണ്. കാരണം ഞാൻ വളരെ ഒബ്ജക്റ്റീവ്ലി പറയാം, ഓക്കെ, ഇതിൻ്റെ മുൻപത്തെ വർഷങ്ങളിൽ പല കുട്ടികൾക്ക് A+ കിട്ടിയിട്ടുണ്ട്. അതിൽ പല കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, പേഴ്സണലി കണ്ടിട്ടുണ്ട്. പലരും എനിക്ക് വാട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയച്ചിട്ട് എനിക്ക് അവരെ അറിയാം. അവരിൽ ഞാൻ സത്യം പറയുകയാണെങ്കിൽ ഒരു 80% കുട്ടികളും പഠിച്ചു തുടങ്ങിയത് അവസാനമാണ്. അവസാനം എന്ന് പറഞ്ഞാൽ ചില കുട്ടികൾ 1 മാസം മുമ്പ്, ചില കുട്ടികൾ പരീക്ഷയ്ക്ക് ഒരു 20 ദിവസം മുമ്പ്, 15 ദിവസം മുമ്പൊക്കെ സീരിയസ് ആയിട്ട്, ഓക്കെ, കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അതിൻ്റെ മുമ്പ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവും, നിങ്ങളെല്ലാവരും എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാവില്ല. അതുപോലെ നടന്ന് സീരിയസ് ആയിട്ട് പഠിക്കാൻ തുടങ്ങി 1 മാസം 20 ദിവസത്തിലൊക്കെ പഠിച്ച കുട്ടികളാണ് 80% ഈ A+, ഫുൾ A+ വാങ്ങിച്ചത്. ബാക്കി 20% എന്താണ്, ആദ്യം മുതലേ നിങ്ങളുടെ സ്കൂളിലൊക്കെ ഉണ്ടാവുമല്ലോ, ഒരു 5-6 പേരുണ്ടാവും, ഒരു 10 പേരൊക്കെ ഉണ്ടാവും, എപ്പോഴും ഉറപ്പാണ് എല്ലാവർക്കും ഫുൾ A+ കിട്ടും. അത് കുറച്ച് 20% ഉണ്ടായിരുന്നു. ബാക്കിയുള്ള 80% അവസാനം A+ വാങ്ങിച്ചത് ഇങ്ങനെ തന്നെയാണ്. നിങ്ങളുടെ വർഷം ഇതന്നെ സംഭവിക്കാൻ പോകുന്നത്. കുറേ കുട്ടികളുണ്ടാവും ഇങ്ങനെ ഒന്നും പഠിക്കാണ്ട് നടക്കുന്നത്. അവസാനം നിങ്ങൾ നോക്കിക്കോ, അവരുടെ റിസൾട്ട് വരുമ്പോൾ അവർക്ക് ഫുൾ A+ ഉണ്ടാവും. അപ്പോൾ അവർ ചെയ്ത എന്താണ്, അവർ ചെയ്ത് ഇത്രയേ ഉള്ളൂ. അവരൊന്നും അവരെന്ത് ചെയ്തില്ല, അവർ നിങ്ങളെപ്പോലെ ഈ ചിന്തിച്ചില്ല. നിങ്ങളിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കേണ്ട, അവർ വിചാരിച്ചു ഇനി എനിക്ക് പറ്റില്ല, ഇനി പഠിച്ചാലൊന്നും കാര്യമില്ല എന്നുള്ള കാര്യം അവർ ചിന്തിച്ചില്ല. അവസാനമാകുമ്പോഴത്തേക്ക് ഒരു പേടിയൊക്കെ കുടുങ്ങി അവരെന്ത് ചെയ്തു, അവർ നന്നായിട്ട് അങ്ങോട്ട് പഠിച്ചു. അവർ പറ്റുന്ന പോലെ എന്ത് ചെയ്തു, അവർ മാക്സിമം പഠിച്ചു. ഇത് നോക്കുമ്പോണ്ട് പരീക്ഷയിൽ ഫുൾ A+. കാരണം ഈ ഫുൾ A+ കിട്ടാമെന്നാണ് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ല, ഞാൻ ചെറിയൊരു കഥ പറഞ്ഞുതരാം. അത് റിയലായിട്ട് നടന്ന നമ്മുടെ എക്സാമിനറിൻ്റെ ഒരു സ്റ്റുഡൻ്റെ കഥയാണ്. ഇതിന് മുൻപ് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, നിങ്ങൾക്ക് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടോ, കേട്ടവരെ ഒന്നുകൂടി കേൾക്കാതെ കേട്ടോ. അപ്പം 2-3 വർഷം മുമ്പ് ഉള്ള നമ്മുടെ എക്സാമിനറിൻ്റെ +1 ബാച്ചിൽ നിന്ന് ഒരു കുട്ടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് മുബഷീർ എന്നായിരുന്നു. അപ്പോൾ അയാൾ ഇതുപോലെ ഒന്നും പഠിക്കാത്ത ആളായിരുന്നു. പരീക്ഷയുടെ എനിക്ക് തോന്നുന്നു 1 മാസം മുമ്പോ എന്തോ +1 കേട്ടോ, ഒന്നും പഠിക്കാത്ത ആളായിരുന്നു. ഓക്കെ, അപ്പോൾ ഒരു പ്രാവശ്യം നമ്മുടെ അർച്ചന മിസ്സിൻ്റെ മെൻഡിയിലോ എന്തോ വന്നിട്ട് ഇദ്ദേഹം കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, മുബഷീർ സിപി നിങ്ങൾക്ക് കാണാൻ കമൻറ്റ്, എനിക്ക് പറ്റൂല മിസ്. ഇത് ഒരു കമൻറ്റ് മാത്രമല്ല, പലപ്പോഴും ലൈവ് ചാറ്റിലും കമൻറ്റ് സെക്ഷനിലുമായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുമോ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനെ ശ്രദ്ധിക്കുമായിരുന്നു. കാരണം അന്ന് ഇത്രയും സ്റ്റുഡൻസ് ഒന്നും ഇല്ല. ഇപ്പോൾ 10,000 കണക്കിന് 20,000 സ്റ്റുഡൻസാണ് ഓരോ ബാച്ചിലും ഓരോ ഇതിലും ഉണ്ടാവുക, യൂട്യൂബ് ചാനലുണ്ടാവുക. അന്ന് കുറച്ചും കൂടി കുറവായിരുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ഓരോ ആൾക്കാരുടെ പേരൊക്കെ ശ്രദ്ധിക്കും, എപ്പോഴും കമൻറ്റ് ചെയ്യുന്നവർ ശ്രദ്ധിക്കും. അപ്പോൾ ഞങ്ങളൊക്കെ സംസാരിക്കുമായിരുന്നു ഇയാളെ പറ്റിയിട്ട്. ഇയാൾ ഭയങ്കര സങ്കടമാണല്ലോ, നന്നായിട്ട് പഠിക്കണമല്ലോ എന്നൊക്കെ വിചാരിച്ച് നമ്മളിങ്ങനെ കുറേ ചർച്ചയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നും ഇയാൾ പഠിച്ചിട്ടില്ല, അതുവരെ ഒന്നും പഠിച്ചില്ല. +1 സിലബസ് തൊട്ട് നോക്കിയിട്ട് പോലും ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഒന്നും അറിയില്ല. എനിക്കൊന്നും അന്ന് ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടും കൂടി ഇല്ലായിരുന്നു, ടെക്സ്റ്റ് ബുക്ക് വാങ്ങിച്ചിട്ടില്ല, തൊട്ട് നോക്കിയിട്ടില്ല. അങ്ങനത്തെ അവസ്ഥയിലായിരുന്നു ഏതാണ്ട് പരീക്ഷയിൽ 1-1.5 മാസം കൊണ്ട്. എന്നിട്ട് ആ ഒരു സമയത്താണ് അയാൾ ജസ്റ്റ് എക്സാമിനർ പഠിച്ചു തുടങ്ങി. അയാൾ ചെയ്ത് ഇത്രയേ ഉള്ളൂ, കുറേ ഭയങ്കര വലിയ പ്ലാനൊന്നും ഉണ്ടാക്കിയില്ല. ഭയങ്കര വലിയ പ്ലാനോ ഭയങ്കര വലിയ മോട്ടിവേഷനൊന്നും അയാൾക്ക് കിട്ടിയിട്ടൊന്നുമില്ല. ആകെ ചെയ്തൊരു കാര്യം, അന്ന് എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്കോ അങ്ങനെ എന്തോ വരും നമ്മുടെ യൂട്യൂബ് ചാനലിലെ ക്ലാസ്. കൃത്യം 7 മണിക്ക് ആ ക്ലാസ്സിനുണ്ടാവും. എന്നിട്ട് ക്ലാസ്സിനുണ്ടാവും മാത്രമല്ല, ആ ക്ലാസ്സിൻ്റെ എൻഡിലും അയാളുണ്ടാവും. എപ്പോഴും ക്ലാസ് കഴിയുമ്പോൾ ഒരു കമൻറ്റ് സെക്ഷനിൽ ഒരു കമൻറ്റും ഉണ്ടാവും, സാർ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലുണ്ടായിരുന്നു പറയും. നിങ്ങളുടെ കുറേ പേരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ക്ലാസ്സിന് വരും, പക്ഷെ അവസാനം ആരും ഉണ്ടാവില്ല. അവസാനം ആകുമ്പോഴത്തേക്ക് എല്ലാവരും നിർത്തിപ്പോകും, അല്ലേ, പകുതിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ നിർത്തിപ്പോകും. ഇയാൾ അങ്ങനെ ചെയ്തില്ല, എല്ലാ ക്ലാസ്സിനും വരും, അവസാനം വരെ ഉണ്ടാവും ക്ലാസ്സിന്. എപ്പോഴും കമൻറ്റ് കാണും, സാർ ഞാൻ അവസാനം വരെ ഉണ്ടായിരുന്ന ക്ലാസ് ഫുൾ അടിപൊളി ക്ലാസ് ആയിരുന്നു പറഞ്ഞാൽ അടിപൊളി. എന്നിട്ട് പരീക്ഷയായി, ഇയാൾ എഴുതി. നമ്മളൊന്നും വലിയ മൈൻഡൊന്നും ചെയ്തില്ല ആക്ച്വലി, കാരണം ഇയാൾ ഫുൾ മാർക്ക് അല്ലെ 95%, 98% അങ്ങനെ കിട്ടുമെന്ന് നമ്മൾ വിചാരിച്ചില്ല. ഓക്കെ, നന്നായിട്ട് പഠിച്ച് പോട്ടെ മാത്രമേ ആലോചിച്ചുള്ളൂ. ഇയാൾ പരീക്ഷയൊക്കെ എഴുതി. ആ വർഷം എക്സാമിനറിൻ്റെ +1 ബാച്ചിൽ നിന്ന് 32 കുട്ടികൾക്കായിരുന്നു ഫുൾ മാർക്ക് കിട്ടിയത്. A+ അല്ല, ഫുൾ A+ അന്ന് എനിക്ക് തോന്നുന്നു 500-600 കുട്ടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. 32 പേർക്ക് ആ ഫുൾ മാർക്ക് കിട്ടിയത്, 500 കിട്ടി. അതിൽ 31 കുട്ടികളും പെൺകുട്ടികളായിരുന്നു, ഗേൾസ് ആയിരുന്നു. ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ആൺകുട്ടിയായിട്ട്, നമ്മുടെ സ്വന്തം മുബഷീർ ആയിരുന്നത്. ഇയാൾക്കാണ് കിട്ടിയത്. ഓക്കെ, അപ്പം ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, ഫുൾ മാർക്ക് 1 മാസം കൊണ്ട് ആക്കിയെടുക്കാൻ പറ്റുമെങ്കിൽ ഇയാൾ ഭയങ്കര വലിയ ബുദ്ധിമാനാണോ എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾ വിചാരിക്കേണ്ടത് സാർ അത് ഭയങ്കര ബുദ്ധി ഉള്ളതുകൊണ്ടായിരിക്കും.
എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ഇയാൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര ബുദ്ധിയുള്ള ആൾ. ഓക്കെ, തീർച്ചയായിട്ടും കുറച്ച് ബുദ്ധിയൊക്കെ ഉണ്ടാവും, ഫുൾ മാർക്ക് കിട്ടിയ ആളല്ലേ. പക്ഷെ ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി അങ്ങനത്തെ ആളൊന്നുമല്ല. പക്ഷെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ അയാൾ കുറേ എന്ത് ചെയ്തില്ല, ഇങ്ങനെ കംപ്ലയിൻറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പേടിച്ചുകൊണ്ടിരുന്നില്ല, അയ്യോ ഇനി പഠിക്കാൻ സമയമുണ്ടോ, അയ്യോ ഒന്നുമില്ല. എല്ലാ ദിവസവും ക്ലാസ്സിൽ വന്നിരിക്കും, എല്ലാ ദിവസവും കൃത്യമായിട്ട്. ആ ഡിസിപ്ലിൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇൻ്റർവ്യൂവിനൊക്കെ പരീക്ഷ കഴിഞ്ഞിട്ട് മാർക്ക് കിട്ടി കഴിഞ്ഞിട്ട്, ഫുൾ മാർക്ക് കിട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻ്റർവ്യൂ വയ്ക്കുമ്പോൾ ഒന്നുമില്ല, എക്സ്ട്രാ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്താണ് മൊബൈൽ ചെയ്ത എക്സ്ട്രാ ഒന്നും പ്രത്യേകിച്ചൊന്നുമില്ല. ക്ലാസ്സിൽ വന്നിരുന്ന് ക്ലാസ് പഠിച്ചു, ആകെ റിവൈസ് ചെയ്തു, എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ചെയ്തു, പക്ഷെ വളരെ ഡിസിപ്ലിൻഡ് ആയിരിക്കും. അപ്പോൾ അയാൾക്ക് ഒരു മാസം കൊണ്ട് +1 എക്സാമിൽ ഡബിൾ സിലബസ്, SSLC ഡബിൾ സിലബസ് ഉള്ള +1 പരീക്ഷയിൽ ഒന്നും പഠിക്കാത്ത ആൾക്ക് ഒരു മാസം കൊണ്ട് വെറും യൂട്യൂബ് ക്ലാസ് മാത്രം കണ്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് SSLC എക്സാമിൽ A+ ഫുൾ മാർക്കിനായിട്ട് ഫുൾ A+ വാങ്ങാതിരിക്കാൻ പറ്റുക? അപ്പോൾ അതിന് ഒരു കാരണം നിങ്ങൾക്കില്ല. ഇനിയുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ, അതിൽ ഏറ്റവും ബേസിക് കുറേ പ്ലാനും സ്റ്റഡി പ്ലാനും ടൈം ടേബിളും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ. ഇനി അതൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ടെൻഷൻ ആവുമെങ്കിൽ എല്ലാ ദിവസവും 7:30 ഒരു ലൈവ് ക്ലാസ് ഉണ്ടല്ലോ, അതിൽ വന്ന് ഇരിക്കും. അത് ഫസ്റ്റ് മുതൽ അവസാനം വരെ ഇരിക്കുക. കാരണം ആ ലൈവ് ക്ലാസ്സിൽ തന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും. വെറുതെ ഇങ്ങനെ മാത്സിൻ്റെ ചാപ്റ്റർ എടുക്കുക, ഫിസിക്സിൻ്റെ ചാപ്റ്റർ എടുക്കാം, എന്നിട്ട് എടുത്ത് പോവല്ല നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യുക. നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ മോട്ടിവേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയും, സ്റ്റഡി ടിപ്സ് പറയും, ട്രിക്സ് പറയും, ഇങ്ങനെ ചെയ്യാൻ പറയും, അങ്ങനെ ചെയ്യാൻ പറയും, നാളെ നിങ്ങൾ ഇങ്ങനെ പഠിക്കുക എന്നുള്ള കുറേ കാര്യങ്ങൾ പറയും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് അവസാനം വരെ ഇരിക്കാൻ പറഞ്ഞത്. കാരണം ചിലപ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിലായിരിക്കും, ചിലപ്പോൾ ക്ലാസ്സിൻ്റെ അവസാനമായിരിക്കും ഇതൊക്കെ പറയുന്നത്. അത് കേട്ടാൽ നിങ്ങൾക്ക് ഇൻസ്പയർഡ് ആയിക്കോളും, അതാവും. അത് നിങ്ങൾ ചെയ്തു തുടങ്ങുക. നിങ്ങൾ ചെയ്തു തുടങ്ങി ഉറപ്പിച്ചോ, നിങ്ങൾ ഒന്നും പഠിക്കാത്ത ആളാണെങ്കിലും ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ആ 7:30 ലൈവിനെങ്കിലും കൃത്യമായിട്ട് ഇരുന്ന് തുടങ്ങിയാൽ പിന്നെ നിങ്ങൾക്ക് തന്നെ പഠിക്കാൻ തോന്നിക്കോളും. നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് ആ ഫുൾ A+ കിട്ടുകയും ചെയ്യും. ഇതിലൊരു സംശയമില്ല. ഓക്കെ, ഇത്രയും നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് തോന്നുകയാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ആലോചിക്കേണ്ടതുള്ളൂ. ഈ ഒരു കഥയും, രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ചാനലും ഇത്രയും ടീച്ചേഴ്സും ഇത്രയും സൗകര്യങ്ങളും ഇത്രയും ലൈവ് ക്ലാസ്സും ഇത്രയും സ്റ്റഡി പ്ലാൻസും മാരത്തോൺസും വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനാണ്? നിങ്ങൾക്ക് ആ ഫുൾ A+ലേക്ക് നിങ്ങളെ അവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത്രയും പേര് നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഇത്രയും ടീച്ചേഴ്സും ഇത്രയും ആൾക്കാരും, നിങ്ങൾ കാണാത്ത കുറേ പേര് ഇതിന് പുറകെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ളതെന്നുള്ള ഒരു ബോധ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇത്രയും പേര് എൻ്റെ കൂടെയുണ്ട്, അവരുടെ കൂടെയാണ് ഞാൻ A+ലേക്കുള്ള ആ ഒരു ജേണിയിൽ നടക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചാൽ പിന്നെ എങ്ങനെയാണ് പഠിക്കാതിരിക്കാൻ തോന്നുക? ഓക്കെ, അപ്പം A+ ഹോപ്പ് നഷ്ടപ്പെട്ടവരാരെങ്കിലും എൻ്റെ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഇനി ആ A+ലേക്ക് നിങ്ങൾ ഫൈറ്റ് ചെയ്ത് പിടിക്കണം. ആ ഒരു ഫൈറ്റേഴ്സ് മെൻറ്റാലിറ്റി ആയിരിക്കണം ഇനിയുള്ള ദിവസങ്ങൾ നിങ്ങൾ ഉണ്ടാക്കേണ്ട. അല്ലാണ്ട് ടെൻഷൻ അടിച്ചിങ്ങനെ തളരുന്ന ഒരാളുടെ മെൻറ്റാലിറ്റി അല്ല നിങ്ങൾ ഉണ്ടാക്കാൻ. തളർന്നോ അടയ്ക്ക്, ടെൻഷനൊക്കെ അടിച്ചോ, പക്ഷേ ആ മെൻറ്റാലിറ്റി അല്ല നിങ്ങളുടെ മനസ്സിൽ കൊണ്ട് നടക്കേണ്ടത്. ഫൈറ്റേഴ്സ് മെൻറ്റാലിറ്റി തന്നെ ആയിരിക്കണം. എല്ലാവർക്കും A+ കിട്ടും. അതിന് ഇനിയും നിങ്ങളുടെ സമയം ലേറ്റായില്ല. ആ ബ്ലണ്ടർ നിങ്ങൾ കാണിക്കരുത്. സമയം ലേറ്റായി. ഒരിക്കലും ഒന്നിനും നമ്മൾ ലേറ്റ് അല്ല. എപ്പോഴും നമുക്ക് സമയം ഉണ്ടാവും. ഫൈറ്റ് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രം. ഓക്കെ, അപ്പം ഈ വർഷം ഫൈറ്റ് ചെയ്ത് ഫുൾ A+ നേടാൻ പോകുന്ന എല്ലാവരും താഴെ കമൻറ്റ് ചെയ്യുക, സാർ ഞാൻ ഫുൾ A+ നേടും. നിങ്ങൾ ഉറപ്പിച്ചോ. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ ആ കമൻറ്റ് നിങ്ങൾ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് A+ കിട്ടിയിരിക്കും. അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.